നമസ്കാരം. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലുള്ള ദന്തൽ കോളേജിലെ നിതിൻ രാജിൻ്റെ മരണം അത് ശരിക്കും പറഞ്ഞ ഒരു കൊലപാതകം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെയും ഉറപ്പിക്കാനാകാത്തൊരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ആത്മഹത്യയാണെങ്കിൽ പോലും കൂടെ നമുക്കറിയാം അതൊരു കൊലപാതകത്തിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. കാരണം അവിടുത്തെ രണ്ട് അധ്യാപകർ എന്ന ലേബലിൽ അറിയപ്പെടുന്ന കൊടും ക്രൂര ക്രിമിനലുകളായ രണ്ട് നികൃഷ്ട ജന്മങ്ങൾ, അത് ഒരാളുടെ പേര് MK റാം, അടുത്തയാളുടെ പേര് KT സംഗീത. ഇവർ രണ്ടുപേരുമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ. അതായത് കൊടും ക്രൂര പിശാചുക്കൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള രണ്ട് വ്യക്തികൾ. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണകൂട ഭീകരതയുടെ ഒരു പ്രതിഭാസം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം അവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ് ധർമ്മടം. കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിൽപ്പെട്ട അഞ്ചരക്കണ്ടിയിലാണ് ഈ ദന്തൽ കോളേജ് തന്നെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രിമിനലുകൾക്കൊക്കെ അവിടെ വളരെ വളക്കൂറുള്ള ഒരു മണ്ണ് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരം ക്രിമിനലുകളെയെല്ലാം സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ ഇത്രയും പൈശാചികമായ രീതിയിൽ കുട്ടികളോട് പ്രവർത്തിക്കാനായിട്ട് തോന്നിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഡോക്ടറാവാൻ പഠിക്കാനായിട്ട് പോയിരിക്കുന്ന ഒരു യുവാവ്, ഒരു സാധാരണ കുടുംബക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തി, അദ്ദേഹം ശരിക്കും ഒരു ജാതി വെച്ച് നോക്കുമ്പോൾ SC/ST വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കൂടെ അത് സർക്കാർ കോട്ടയിലാണ്. കാരണം നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കും വാങ്ങി നല്ല രീതിയിൽ അവിടെ അഡ്മിഷൻ വാങ്ങി ആ കോളേജിൽ പഠിക്കുന്നതിൻ്റെ ഒരു അസൂയ, കാരണം ഇതൊരു മാനേജ്മെൻറ്റ് സ്ഥാപനമായതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് ഈ ഗവൺമെൻറ് കോട്ടയിൽ കടന്നു വരുന്ന വിദ്യാർത്ഥികളോട് എപ്പോഴും ഒരു തരം പകയായിരിക്കും. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ ഇത്തരം നികൃഷ്ട ജന്മങ്ങളായിട്ടുള്ള ഈ വ്യക്തിത്വങ്ങൾ. അതായത് ശരിക്കും ഈ അധ്യാപകരുടെ ലേബലിൽ വന്നിരിക്കുന്ന ഈ MK റാമും KT സംഗീതയും എന്ന് പറയുന്ന നികൃഷ്ട ജീവികൾ, അങ്ങനെ അവരെ പറയാൻ പറ്റുള്ളൂ. അവരെ ഒരു കാരണവശാലും അധ്യാപകർ നിന്നൊന്നും ഇനി ഒരു കാരണവശാലും വിളിക്കരുതെന്ന് തന്നെയാണ് പൊതുവായിട്ട് പറയാനുള്ളത്. എന്തായാലും അവരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ചില ഇടനാഴി പ്രവർത്തനങ്ങളും കൂടെ നടക്കുന്നത് നമ്മൾ എടുത്ത് കാണേണ്ടത് തന്നെയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 14,000 രൂപയുടെ ഒരു ഓൺലൈൻ പേഴ്സണൽ ലോൺ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ കൂടി ഇപ്പോൾ FIR ഇട്ടുകൊണ്ട്, അതായത് ഈ കേസ് ഒരു തരം മറ്റൊരു രീതിയിൽ വഴിതിരിച്ചുവിടുന്ന കാര്യങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ ഒരു ഭരണകൂട ഭീകരതയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അവർക്ക് വൈരാഗ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെറും നിഴൽ പരാതികൾ കിട്ടിയാൽ പോലും കൂടെ സ്വാഭാവികമായിട്ടും പാതിരാത്രിയിൽ പോലും അറസ്റ്റ് ചെയ്യുന്നതിനോ കസ്റ്റഡിയിലെടുക്കുന്നതിനോ ഒന്നും യാതൊരുവിധ മടിയില്ല. എന്നാൽ ഇത്രയും കൊടും ക്രൂരരായിട്ടുള്ള ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്ന ഈ നികൃഷ്ട ജീവികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം അവർ ഒളിവിലാക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. അത് സാങ്കേതികമായിട്ട് സ്വാഭാവികമായിട്ട് ഇത്തരക്കാരൊക്കെ ഒളിവിലായിരിക്കുമല്ലോ. നമുക്കറിയാം റാന്നിയിലെ ഒരു CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം ഒരു സ്ത്രീ പീഡന വിഷയത്തിന് അത് ഉൾപ്പെട്ടിട്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. അതും ഇതുപോലെ തന്നെ ഒളിവിലാണെന്നുള്ളതാണ്. ഇത്തരക്കാരൊക്കെ എപ്പോഴും ഒളിവിലായിരിക്കാനുള്ള സാധ്യത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ അഞ്ചരക്കണ്ടിയിലുള്ള ഈ ദന്തൽ കോളേജിലെ ഈ അധ്യാപകർ എന്ന ലേബലിൽ വിലസുന്ന ഈ നികൃഷ്ട ജീവികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് ശരിക്കും എത്രമാത്രം അപഹാസ്യമാണ്. കാരണം ആ ഒരു യുവാവിൻ്റെ ഒരു കുടുംബത്തിൻ്റെ വിളക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇല്ലാതായിരിക്കുന്നത്. കാരണം വളരെ പൈശാചികവും ക്രൂരവുമായ രീതിയിലാണ് ആ കോളേജുകളിൽ ഓരോ കുട്ടികളോടും പെരുമാറുന്നതെന്നുള്ളത് ആ കുട്ടികളെ തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എത്ര ഭീകരമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ കേസിൽ നിന്ന് ഊരിപ്പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓൺലൈൻ ആപ്പ് വഴി ലോൺ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്, അതും വെറും 14,000 രൂപയുടെ ലോണോ മറ്റാണെന്നാണ് പറയുന്നത്. വെറും 14,000 രൂപയുടെ ലോൺ അതിൻ്റെ കുടിശ്ശിക വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകർക്ക് ഫോൺ കോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ അത്ര വെറും മന്ദബുദ്ധി അല്ലല്ലോ ആ കുട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ അവിടെ അഡ്മിഷൻ കിട്ടി പഠിക്കാൻ ചെന്നിരിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, ഒരു യുവാവാണ്. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തു പോകാനായിട്ടുള്ള നല്ല മെൻ്റൽ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് ഈ നിതിൻ രാജ് എന്ന കുട്ടി. ആ കുട്ടി ഈ രീതിയിൽ ഇല്ലാതായി എങ്കിൽ അത് മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണ് എന്ന് തന്നെയാണ് പൊതുസമൂഹം ഇവിടെ വിലയിരുത്തുന്നത്.
ഇനി അതല്ലെങ്കിൽ പോലും കൂടെ അതിന് അതിനിശ്ചിതമായ അതിക്രൂരമായ പൈശാചികമായ ഈ നികൃഷ്ട ജീവികളുടെ അധ്യാപകരുടെ ലേബലിൽ അറിയപ്പെടുന്ന ഈ നികൃഷ്ട ജീവികളുടെ ഇടപെടൽ തന്നെയാണ് ആ കുട്ടിയെ ഈ ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, പൊതുസമൂഹത്തും ഇതിനകത്ത് ശക്തമായിട്ട് ഇടപെടേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടുത്തെ ഭരണകൂട ഭീകരത ഒരു ഭയാനകമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം നികൃഷ്ട ജീവികൾക്ക് വിലസാൻ ആവശ്യമായിട്ടുള്ള വളക്കൂറ് നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് കേസുകൾ പോലും കൂടെ വഴിതിരിച്ചു വിടാവുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ള ആശങ്ക നിലനിൽക്കുമ്പോൾ ആ കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് പൊതുസമൂഹം ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട് എന്ന് ആവശ്യം ഉയർത്തി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.